നിഷ്പക്ഷമായി നീതിപൂർവമായി സുതാര്യമായി ഒരു ഇലക്ഷൻ നടന്നാൽ ഇടതുപക്ഷ ജനാധിപത്യത്തെ ജനങ്ങൾ തൂത്തെറിയുമെന്ന് മനസ്സിലാക്കി ആ ജനവികാരം വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ഒരു നീക്കത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയെ ഇപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി, അതിനുശേഷം നിങ്ങൾ പരിയാരത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടിയന്തരമായി അവരുടെ ജീവൻ രക്ഷിക്കാൻ അമേരിക്കയെ കൊണ്ടുപോയി അവരുടെ ജീവൻ രക്ഷിക്കണം. കാര്യം ഈ ആരോഗ്യമന്ത്രിയുടെ ജീവൻ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ ഏത് എക്സ്റ്റെൻറ്റ് വരെയും ഗവൺമെൻറ് പോകണം, അമേരിക്കയെ തന്നെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് KSUവിൻ്റെ ഒരാൾ മന്ത്രിയുടെ ദേഹത്ത് തൊട്ടു എന്ന് തെളിയിച്ചാൽ, അത് നിങ്ങളുടെ എല്ലാം കയ്യിൽ അതിൻ്റെ ചാനലിൻ്റെ ദൃശ്യങ്ങളുണ്ട്, തെളിയിച്ചാൽ ആ ആളെ ഈ പാർട്ടിക്കകത്ത് വെച്ച് പൊറിപ്പിക്കില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. പക്ഷേ നിർദോഷികളായ നിരപരാധികളായ ആളുകളെ വധശ്രമത്തിന് കേസെടുത്ത് അധികാരത്തിൻ്റെ ദാർഢ്യം ഉപയോഗിച്ച് അകത്തടച്ചാൽ ഈ ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അവരെല്ലാം വരും. ചന്ദ്രശേഖരൻ്റെ പ്രതികൾ വന്ന പോലല്ല, പോലീസിന് ബോംബെറിഞ്ഞ നിതീഷ് വന്ന പോലല്ല. അവരൊക്കെ അവിടെ നിരപരാധിത്വം നിയമത്തിന് മുമ്പിൽ തെളിയിച്ച് അവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ഭീഷണിയൊന്നും ഞങ്ങളോട് വേണ്ട. കാര്യം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ നേട്ടങ്ങൾ പറയുക, നിങ്ങളുടെ കോട്ടങ്ങൾ ഞങ്ങളും പറയും. അത് വെച്ച് ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാം. ഈ പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നതോടുകൂടി ഈ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ കാലാവധിയും അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ കല്ലിയോട്ട് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച ചില ആളുകളെ ഇരുമ്പ് കമ്പി വടി കൊണ്ട് അടിച്ചു, ഹെൽമറ്റ് കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു, അവരെ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു. അതിന് മുഖ്യമന്ത്രി കൊടുത്ത വ്യാഖ്യാനം രക്ഷാപ്രവർത്തനം എന്നാണ്. അപ്പോൾ കേരളത്തിൽ ഏറാമൂളികളായ കുറേ പോലീസ് ഓഫീസർമാരുണ്ട്. ഈ ഗവൺമെൻറ് പാദസേവ ചെയ്യുന്നവർ, വിടുപണി ചെയ്യുന്നവർ. അവരുടെ ധാരണ പിണറായി വിജയനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, AKG സെൻറ്ററിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നതാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് അവർ ശമ്പളം പറ്റുന്നത്. അവരുടെ പ്രതിബദ്ധത, കൂറ്, വിധേയത്വം കേരളത്തിലെ ജനങ്ങളോടാണ്, അല്ലാതെ പിണറായി വിജയനോടല്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്താണ് വധശ്രമത്തിന് കേസെടുക്കാൻ ഈ പോലീസിനെ പ്രേരിപ്പിച്ചതെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ആർക്കെതിരെ 41 ദിവസം നമ്മുടെ ശബരിമലയിലെ വാജിവാഹനം തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് തന്ത്രിയെ പിടിച്ചകത്തിട്ട ആളുകളായത് കോടതി നിഷ്കരണം വിട്ടയച്ചു. എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോടതിയുണ്ട്, നീതിന്യായ സംവിധാനമുണ്ട്. പിണറായി വിജയനല്ല അവസാനത്തെ വാക്ക്. ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും. ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കില്ല നിയമപരമായി. കാരണം ഇത് കള്ളക്കേസാന്ന് കേരളത്തിലെ ചാനലുകൾക്കെല്ലാം ബോധ്യമായി. ഒരു ചാനൽ, ഇവിടെ റിപ്പോർട്ടർ ചാനലാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും സഹായിക്കുന്ന അവർ, ഇന്നലെ അരുൺകുമാർ കിറുകൃത്യം ഈ മന്ത്രിയുടെ സമീപത്ത് പോകാൻ ഈ KSUക്കാർ കഴിഞ്ഞില്ലെന്ന് കാര്യസഹനം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് ഇട്ട് കാണണം, എന്നിട്ട് വേണം ഈ വർത്തമാനം പറയാൻ.